ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കിയത്. ഇത് ഗോതമ്പ് മാവും മൈദ മാവും ഒരേ അളവിന് എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതേപോലെ ദോശക്കല്ല് നന്നായി ചൂടാകുമ്പോൾ ദോശ പോലെ പരത്തിയിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ തേങ്ങ മാത്രം വെച്ചിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. നല്ലൊരു പലഹാരമാണ്. രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. സാധാരണ ഇത് 4 മണി പലഹാരമായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതുണ്ടാക്കി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത് അങ്ങനെ ഉണ്ടാക്കുന്നത്. മടക്ക് ദോശ എന്നാണ് ഞങ്ങളിതിന് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു പലഹാരമാണ്. ഇതായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ചിലരൊക്കെ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ദോശമാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ തേങ്ങ തിരുമ്മിയതും പഞ്ചസാരയും കൂടെ അങ്ങ് വയ്ക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അകത്ത് ദോശ വേവാതെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിന് ശേഷം ഉച്ചക്കലത്തേക്ക് ഇന്ന് ഞാൻ പൊന്നിയരിയുടെ ചോറാണ് വെക്കുന്നത്. പൊന്നിയരിയുടെ ചോറിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്നാവും. അതിന് വേണ്ടിയിട്ട് ദാല് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ പൊന്നിയരിയുടെ ചോറിൻ്റെ കൂടെ ഈ ദാല് കറി നല്ല ടേസ്റ്റാണ്. ദാല് കറി എന്ന് വെച്ചാൽ നമ്മുടെ തോരൻ പരിപ്പ് കുറച്ചെടുത്തിട്ട് അത് കഴുകി കുക്കറിലിടുക. അതിനുശേഷം ഒരു തക്കാളിപ്പഴം, 2-3 പച്ചമുളക്, പിന്നെ ഇതേപോലെ ചുമന്നുള്ളി 3-4 ചുമന്നുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് കാണിച്ചില്ല. ഇഞ്ചിയും കൂടെ ഇട്ട് നമ്മൾ കുക്കറിലിട്ട് 2-3 വിസിലൊക്കെ കേൾപ്പിച്ച് വെക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് വെന്തിരിക്കും. അതിനുശേഷം ഇതേപോലെ കടുക് വറുക്കണം. ഈ കടുക് വറുക്കുന്നതിൽ 1-2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിടണം. അതിനുശേഷം നമ്മൾ ആ കുക്കറിൽ വെച്ച ദാൽ കറി എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ദാൽ കറി എല്ലാവരും മിക്കവാറും ഉണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചോറിന് നല്ല കറിയാണ്. ഇത് നമ്മുടെ ആ പൊന്നിയരി ചോറിനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉച്ചക്കലത്തേക്ക് തോരനായിട്ട് ചേനയാണ് എടുത്തത്. ചേന നല്ല തോരൻ വെക്കാൻ നല്ലതാണ്. പക്ഷെ അരിയുമ്പോഴത്തേന് കൈയെല്ലാം ഒരു ചൊറിയുന്നതുകൊണ്ട് തോരൻ എടുക്കാൻ എനിക്ക് വലിയ മടിയായിരുന്നു. എന്നാലും പിന്നെ ഇന്നത്തേക്കിനെ അതാക്കാമെന്ന് കരുതി. ചേനത്തോരൻ വളരെ ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ അതുണ്ടാക്കാമെന്ന് കരുതി. അത് ചേന എടുത്ത് അരിഞ്ഞ് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് അല്പം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എളുപ്പം വേവുന്ന ചേനയാട്ടോ, അതുകൊണ്ട് ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരപ്പിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ചേനത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നെല്ലാം വളരെ ഉളപ്പിയുള്ള കറികളാണ് ഞാൻ ഉണ്ടാക്കിയത്. അഞ്ചലിലോട്ടൊന്ന് പോകണം അമ്മയുടെ അടുത്ത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അമ്മയുടെ അടുത്തോട്ട് പോകുന്നതിന്. അന്നേരം അമ്മയ്ക്ക് നല്ല സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ തീരുമാനിച്ച്. പിന്നെ ഇന്നലത്തെ മീൻ വറുക്കാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുക്കാമെന്ന് കരുതി. അതാണ് ഇന്നത്തെ കറി. അതുകൊണ്ട് വളരെ ആഡംബരപൂർവമായ കറികളൊന്നും ഇന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം എളുപ്പ കറികളാണ് ഉണ്ടാക്കിയത്. ചേനത്തോരനും ദാല് കറിയും മീൻ വറുത്തതുമാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് അമ്മയ്ക്ക് അല്പം ചോറ് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. അവിടെ ചുമന്ന അരിയുടെ ചോറാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത്. അത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. ചുമപ്പും നമ്മുടെ ആ വെള്ള അരിയുടെ ചോറും അത്ര ഇഷ്ടമല്ല. ചെമ്പാവരിയുടെ ചോറും വെള്ള അരിയുടെ ചോറും ഇപ്പം അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. നേരത്തെ കഴിക്കുമായിരുന്നു. ഈ അരിയുടെ ചോറ് ചില ദിവസമൊക്കെ കൊണ്ടു ചെന്നാൽ കഴിക്കും. അപ്പോഴും ഞാൻ ഓർത്ത് എന്തായാലും പോകുമല്ലേ, അമ്മയ്ക്ക് ഇച്ചിരി ചോറ് കൊണ്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ചോറ് പൊതിയുന്ന രംഗമാണ്. ഇതിലേക്ക് ഞാൻ ചമ്മന്തി ചേനത്തോരനൊക്കെ വെച്ചിട്ടുണ്ട്. ചേനത്തോരനൊന്നും അത്ര ഇഷ്ടമല്ല. ഇനി കഴിക്കുന്നോന്ന് അറിയത്തില്ല. പിന്നെ ഇതേപോലെ മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറൊക്കെയാണ് ഇഷ്ടം. ചമ്മന്തി നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ അത് അത്രയേ ഉള്ളൂ ഇഷ്ടമുള്ളത്. വേറെ ഒരു കറിയോടും ഇപ്പം അമ്മയ്ക്ക് അത്ര താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇതെല്ലാം ഒരു മീൻ വറുത്തതും എല്ലാം വെച്ച് പൊതിയുന്നുണ്ട്. കൊണ്ടു ചെല്ലുമ്പോൾ ഇനി കഴിക്കുന്നോന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഞാൻ അഞ്ചലിലോട്ട് പോയി.
അവിടെ ചെന്നിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഇത് അമ്മ ചോറ് ഉണ്ണുന്ന രംഗമാണ് കേട്ടോ. ചോറ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് ഇത്രയും ചോറൊന്നും കൊണ്ടുവരണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഞങ്ങളുടെ ഉച്ചക്കലത്തേക്കുള്ള ചോറും ചേനത്തോരനും പിന്നെ ദാല് കറിയും കൂട്ടിയാണ് ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് കഴിച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഇത് ഒരു ദിവസം ഇതുപോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.